ഇത് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ മാങ്ങയാണ്. നല്ല മണവും രുചിയും ഒക്കെയുള്ള മാങ്ങയാണ്. മാവ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തെ ബെഡ് മാവ് പ്രത്യേകിച്ച് കൃഷി ചെയ്യാൻ പാടുള്ളൂ. ഈ ബെഡ് ഇനങ്ങളൊക്കെ ഏകദേശം 3 വർഷം കൊണ്ട് പൂവിടാൻ തുടങ്ങും. നമ്മുടെ പൂർണ്ണമായ ഒരു ഉൽപ്പാദനത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു 5 വർഷമൊക്കെ വേണ്ടി വരും. നമുക്ക് മാവ് പൂവിടുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് മരുന്ന് അടിച്ചു കൊടുത്താൽ അതിനകത്ത് നിന്ന് പുഴുശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കേരളത്തിൽ ഏറ്റവും നല്ല യോജിച്ച ഒരു 5 ഇനം മാവിനത്തെ പറ്റിയാണ്. മാവ് 10, 50, 100ഓളം വെറൈറ്റികളുണ്ട്. അത് ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഫാമിൽ നിന്ന് കൊണ്ടുപോയി അനുഭവം പങ്കുവയ്ക്കുന്ന കൃഷിക്കാരിൽ നിന്ന് അനുഭവം കിട്ടിയതിൻ്റെ വെളിച്ചത്തിലുള്ള ഇനങ്ങളെ പറ്റിയാണ്. എല്ലാ ഇനങ്ങളും മോശമൊന്നുമില്ല. അപ്പോൾ അതിലൊരു 5 ഇനത്തെ പറ്റിയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അൽഫോൻസ മാവാണ്. ഇതാണ് അൽഫോൻസ മാങ്ങ. ഇത് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ മാങ്ങയാണ്. നല്ല മണവും രുചിയും ഒക്കെയുള്ള മാങ്ങയാണ്. ഇതിന് മാമ്പഴത്തിന് നല്ല ടേസ്റ്റാണ്. നല്ല അണ്ടി ആണെങ്കിൽ അതിൻ്റെ വിത്ത് ചെറുതാണ്, മാംസളമായ ഭാഗങ്ങൾ കൂടുതലാണ്. ഇത് ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്ക് നല്ല യോജിച്ച ഇനമാണ്. മാങ്ങയുടെ റാണി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നല്ല ഈ മാവ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തെ ബെഡ് മാവ് പ്രത്യേകിച്ച് കൃഷി ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയാണ് മാവ് കൃഷി ഏറ്റവും യോജിച്ചത്. മഴ കൂടുതലുള്ള സ്ഥലം ഒന്നും അത്ര യോജിച്ചതല്ല. അത് പറയാൻ കാരണം വെച്ചാൽ ചൂട് കൂടുമ്പോൾ മാമ്പഴത്തിന് ടേസ്റ്റ് കൂടും. നിങ്ങൾക്കറിയാം, മഴക്കാലം ആകുമ്പോൾ മാമ്പഴത്തിനൊക്കെ മധുരം കുറയും. അതിൻ്റെ കാരണം വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം കൂടുന്നതുകൊണ്ടാണ്. അപ്പം വരണ്ട കാലാവസ്ഥയാണ് ഏറ്റവും മാമ്പഴ കൃഷിക്ക് യോജിച്ചത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കോയമ്പത്തൂരൊക്കെ ട്രെയിന് പോകുന്ന സമയത്ത് ആ ഭാഗത്തും അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് നമ്മുടെ റോഡിന് ഇരുവശത്തും മാമ്പഴ കൃഷി കാണാം. അതൊക്കെ ചെയ്യുന്നത് അവിടെയൊക്കെ നമ്മുടെ കേരളത്തെക്കാളും വളരെ മഴ കുറവാണ്. അപ്പോൾ അവർ ജലസേചനം വേണമെങ്കിൽ അത് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെയൊക്കെയാണ് ജലസേചനം നൽകുന്നത്. അങ്ങനെയൊക്കെയാണ് മാവിൻ്റെ കൃഷിയെപ്പറ്റിയൊക്കെ പറയാനുള്ളത്. ഈ അൽഫോൻസയുടെ മാമ്പഴം എക്സ്പോർട്ട് ചെയ്യാൻ ഏറ്റവും യോജിച്ചതാണ്. നല്ല മാർക്കറ്റ് വില കിട്ടുന്നത് കാരണം എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന കൂടുതലായിട്ട് അൽഫോൻസ് മാവാണ്. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബംഗനപ്പള്ളി എന്ന ഇനത്തെ പറ്റിയാണ്. ബംഗനപ്പള്ളി അതിൻ്റെ ജന്മദേശം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലെ ബംഗനപ്പള്ളി എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. നല്ല വലിപ്പമുള്ള മാങ്ങയാണ്. ഇത് ജ്യൂസ് ഉണ്ടാക്കാനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതാണ് ബംഗനപ്പള്ളി. ഈ ബെഡ് ഇനങ്ങളൊക്കെ ഏകദേശം 3 വർഷം കൊണ്ട് പൂവിടാൻ തുടങ്ങും. നമ്മുടെ പൂർണ്ണമായ ഒരു ഉൽപ്പാദനത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു 5 വർഷമൊക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് ബംഗനപ്പള്ളി. അത് ഒരു ശരാശരി ഒരു മാവിൽ നിന്ന് 200-300 കിലോ വരെ ഉൽപ്പാദനം കിട്ടുന്ന ഒരു ഇനമാണ് ബംഗനപ്പള്ളി. അപ്പം ബംഗനപ്പള്ളി നല്ലൊരു ടേസ്റ്റ് ഉള്ള മാങ്ങാപ്പഴമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് മൽഗോവ എന്ന ഇനത്തെ പറ്റിയാണ്. മൽഗോവ നമുക്കറിയാം, കേരളം, ആന്ധ്ര, കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ കൂടുതലായിട്ട് കൃഷി ചെയ്യപ്പെടുന്നതാണ്. അതിന് വലിപ്പം കൊണ്ടും രുചി കൊണ്ടും മണം കൊണ്ടുമൊക്കെ പ്രത്യേകത നിറഞ്ഞതാണ്. ഏകദേശം ഒരു മാമ്പഴത്തിന് 200 മുതൽ 1 കിലോ വരെ തൂക്കം കിട്ടുന്നതാണ്. മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളിയോട് കൂടിയ മധുരമാണ് ഇതിൻ്റെ ടേസ്റ്റ്. വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. മൽഗോവ ഇനം മാമ്പഴത്തിന് നാര് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ലോക്കൽ മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു മാമ്പഴമാണ് മൽഗോവ. നാലാമത് നിങ്ങളെ പരിചയപ്പെടുന്ന തോത്താപ്പൂരി ഇനത്തിൽപ്പെട്ട മാമ്പഴമാണ്. അത് നമ്മുടെ ആന്ധ്ര, കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ കൂടുതലായി വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഇനമാണ്. അത് ഈ മാമ്പഴം നല്ല രുചികരമാണ്. അച്ചാറുണ്ടാക്കാനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ വിളവെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കൊരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് എടുക്കാൻ തുടങ്ങാം. ഇതൊക്കെ ഈ ബെഡ് ഇനങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3-ാം വർഷം മുതൽ പൂവിടാൻ തുടങ്ങും. പൂർണ്ണമായ തോതിലേക്ക് അതിൻ്റെ ഉൽപ്പാദനക്ഷമത കിട്ടണമെങ്കിൽ 5 വർഷമൊക്കെ കഴിയും. 5 മുതൽ 7 വർഷമൊക്കെ ആവും. അപ്പോൾ ആ ഇനത്തിൽപ്പെട്ടൊരു മാങ്ങയാണ്. അവസാനമായിട്ട് നിങ്ങൾ പറയാനുള്ളത് നീലം മാങ്ങയെ പറ്റിയാണ്. നീലം മാങ്ങ നമുക്കറിയാം, നമുക്ക് എല്ലാ ഭാഗത്തും നല്ലോണം
വിളവ് തരുന്നതാണ്. കുറച്ച് ലേറ്റായിട്ടാണ് അതിൻ്റെ ഉൽപ്പാദനം കണ്ടുവരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. എല്ലാ കാലാവസ്ഥയിലും നമുക്ക് മറ്റുള്ള മാവുകളെ അപേക്ഷിച്ച് എല്ലാ കാലാവസ്ഥയിലും നീലം മാങ്ങ ഉൽപ്പാദനം തരുന്നുണ്ട്. മാവിനൊക്കെ പൊതുവായിട്ട് ഒന്ന് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് മാവ് പൂവിടുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് മരുന്ന് അടിച്ചു കൊടുത്താൽ അതിനകത്ത് നിന്ന് പുഴുശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സാധാരണ എല്ലാവരും പറയപ്പെടുന്നതാണ് മാങ്ങയ്ക്ക് മുഴുവൻ പുഴുവാണ്. നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ പൂവിടുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും കീടനാശിനികൾ നമുക്ക് തളിച്ചു കൊടുത്താൽ പുഴുവിൻ്റെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പറിച്ച് കഴിഞ്ഞിട്ട് ചിലരൊക്കെ പറയപ്പെടുന്നുണ്ട്, ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ ഒരു 5 മിനിറ്റ് മുക്കി വെച്ച ശേഷം ആ മാങ്ങ എടുത്ത് പഴുപ്പിച്ച് കഴിഞ്ഞാൽ പുഴു ഉണ്ടാകത്തില്ലെന്നാണ് പറയപ്പെടുന്നത്. അത് കൃഷിക്കാരുടെ അനുഭവങ്ങളാണ്. അങ്ങനെയും പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഇതിൻ്റെ നടീരീതികളാണ്. സാധാരണ നമ്മൾ ഒരു 1.5 അടി മിനിമം കുഴിയെടുത്ത് അതിനകത്ത് ജൈവവളം ഇട്ട് മണ്ണ് മൂടി അതിൻ്റെ ഉള്ളിൽ സാധാരണ തൈകൾ വെക്കുന്ന പോലെ തന്നെ തൈകൾ വെക്കുക. അത് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ ഏകദേശം ഒക്ടോബർ വരെയാണ്. അത് പറയപ്പെടാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് ധാരാളം മഴ ലഭിക്കും. നമ്മൾ വെക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് മണ്ണ് കൂടെ പൊട്ടിക്കുമ്പോൾ മണ്ണ് അടന്നു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ആ തൈ പോകത്തില്ല. വേനൽക്കാലത്തും വെക്കുന്ന കുഴപ്പമൊന്നുമില്ല. അത്ര ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. കൂടുതലായിട്ട് നമ്മൾ ചെയ്യപ്പെടുന്നത് നടുന്നത് മഴക്കാലത്താണ്. അതുപോലെ തന്നെ നമ്മൾ മാവ് പൂവ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അതിന് ചുറ്റും കുറച്ച് പൊട്ടാഷ് ഇട്ട് വെതറി നമ്മൾ നനച്ചു കൊടുത്താൽ നമുക്ക് കായ്പിടുത്തം കൂടുതലുണ്ടായി കാണുന്നുണ്ട്. എല്ലുപൊടി നല്ലതാണ്. ഇങ്ങനെയുള്ളൊക്കെ ജൈവവളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മാവിന് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മാവിന് അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് വളം ഉപയോഗിച്ച് ആരും ഉപയോഗിക്കാറില്ല. കാരണം നമ്മൾ തോട്ട വ്യവസായ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത്. ഒന്നിച്ച് പൂക്കാനായിട്ട് കൾട്ടാർ എന്നൊക്കെ പറഞ്ഞത്, പിന്നെ പല സ്പ്രേകളുണ്ട് ഇതിന് പൂവിടാൻ വേണ്ടി. ഒരുമിച്ച് പൂവിട്ട് നമുക്ക് ഉൽപ്പാദനം നേരത്തെ ആക്കാൻ വേണ്ടി പല ട്രിക്ക് വിദ്യകളൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് മാവിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൃഷിയിടത്തിൽ ഒരു മാവെങ്കിലും വെച്ച് പിടിപ്പിക്കുക. നല്ല സ്വാദിഷ്ടമായ മാങ്ങ നമുക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മാമ്പഴം അതൊക്കെ മൂപ്പെത്തുന്നതിന് മുമ്പ് പറിക്കുന്നതാണ്. അപ്പോൾ അത് പഴുപ്പിക്കുന്നത് വെച്ചാൽ റൂമിലേക്കൊക്കെ കൂട്ടിയിട്ടിട്ട് ശേഷം അതിനകത്ത് കാർബൈഡ് ഇട്ടുകയാണ്. കാർബൈഡ് ഇട്ടിട്ടാണ് ഇതിനെ പഴുപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. നമുക്കറിയാം, ഓരോ സീസണും മാമ്പഴ സീസൺ ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ ഈ ഹെൽത്തുകാർ ഒക്കെ റെയ്ഡ് ചെയ്ത് പല ഇടത്തുനിന്നും മാമ്പഴങ്ങളൊക്കെ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ അറിവിൽ മാധ്യമങ്ങളിലൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ ഒരു മാവെങ്കിലും വെച്ച് പിടിപ്പിക്കുക, നല്ല ഇനം നോക്കിയിട്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം. ബൈ.